ഹലോ എന്റെ 10ാം ക്ലാസ്സുകാര്. ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി എന്ന് പറഞ്ഞാൽ, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ മിററിൽ മാത്രമല്ല ലെൻസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഒരു കാരണവശാലും ഇതറിയില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അപ്പൊ മക്കളെ മാക്സിമം എല്ലാവരും ശ്രദ്ധിച്ചു കൊടുത്താ നോക്കിക്കോളൂ. ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഇത് ഏത് ലെൻസ് ആണ്? എല്ലാവർക്കും അറിയാം, അത് കോൺവെക്സ് ലെൻസ് ആണ്. അതിന്റെ സെന്ററിലൂടെ വരച്ച അത് പ്രിൻസിപ്പൽ ആക്സിസ്, മുഖ്യ അക്ഷം എന്ന് പറയുന്നു. ഇതാണ് ഒബ്ജക്റ്റ്, വസ്തു എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പുറത്തെ സൈഡിൽ നമുക്കൊരു പ്രതിബിംബം തല കീഴായിട്ട് കിട്ടുന്നു വിചാരിക്കുക. ഒബ്ജക്റ്റിലേക്കുള്ള ദൂരത്തെയാണ് നമ്മൾ യു എന്ന് പറയുന്നത്. പ്രതിബിംബത്തിലേക്കുള്ള ദൂരമാണ് നമ്മൾ വി എന്ന് പറയുന്നത്. ഈ ഭാഗത്താണ് എഫ് വരുന്നത്. ഇവിടുന്നാണ് ലൈറ്റ് വരുന്നെങ്കിൽ ഇവിടെ ആയിരിക്കും എഫ്, ഇവിടുന്നാണ് ലൈറ്റ് വരുന്നെങ്കിൽ ഇവിടെ ആയിരിക്കും എഫ് വരിക. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇടതു ഭാഗത്തേക്ക് അളക്കുന്നത് നെഗറ്റീവും വലതു ഭാഗത്തേക്ക് അളക്കുന്നത് ഏതായിരിക്കും? പോസിറ്റീവും ആയിരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ് മക്കളെ, നിങ്ങളൊന്ന് പറഞ്ഞ് യു എന്തായിരിക്കും? നെഗറ്റീവ്. ഒരു കൺഫ്യൂഷൻ വേണ്ട. യു എന്താണ്? നെഗറ്റീവ് ആയിട്ട് മാറുന്നു. അങ്ങനെയെങ്കിൽ വി എന്തായിരിക്കും? പോസിറ്റീവായി. അപ്പൊ വി എന്തായിട്ട് മാറി? പോസിറ്റീവ് ആയിട്ട് മാറുന്നു വിചാരിക്കുക. അങ്ങനെയെങ്കിൽ എഫും എന്തായിരിക്കും? പോസിറ്റീവ്. എഫും എന്തായിരിക്കും? പോസിറ്റീവ്. അപ്പൊ ഈ ഒരു കോൺവെക്സ് മിററിനകത്ത് മക്കളെ ശ്രദ്ധിക്കുക, എന്താണ്? ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ യു എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. പ്രതിബിംബത്തിലേക്കുള്ള ദൂരം പോസിറ്റീവ് ആണ്. ഓർത്തേക്കുക, ഫോക്കസിലേക്കുള്ള ദൂരം പോസിറ്റീവ്. അപ്പൊ വിയും എഫും യു ഒക്കെ നമുക്ക് സംഖ്യകൾ തരും. ആ സംഖ്യകളുടെ കൂടെ എന്ത് ചേർത്താൽ മതി? നെഗറ്റീവ് ആണോ പ്ലസ് ആണോ വിചാരിക്കും. ഇതാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ രീതി എന്ന് പറയുന്നത്. ഇനി മുകളിലേക്ക് അളക്കുന്ന ദൂരം പോസിറ്റീവ് ആണ്, താഴത്തേക്ക് അളക്കുന്ന ദൂരം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ആ കാര്യം കൂടി ഓർത്തേക്കുക. ഇനി കോൺകേവിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺകേവിൽ ഇതേപോലെ തന്നെ ഈ സൈഡിലേക്ക് നെഗറ്റീവ്, ഈ സൈഡിലേക്ക് പോസിറ്റീവ്. പക്ഷെ കോൺകേവിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഈ ഭാഗത്താണ് വരുന്നത്. അതുകൊണ്ട് എല്ലാം നെഗറ്റീവ് ആണെന്ന് ഓർത്തേക്കുക. യു എന്താണ്? നെഗറ്റീവ് ആണ്. എഫ് എന്താണ്? നെഗറ്റീവ് ആണ്. വി എന്താണ്? നെഗറ്റീവ്. കാരണം ഒരു കോൺകേവ് മിററിനകത്ത് എപ്പോഴും നമുക്ക് പ്രതിബിംബം കിട്ടുന്നത് അതേ സൈഡത്തെ, വസ്തുവിന്റെ അതേ സൈഡിൽ തന്നെ ആയിരിക്കും. മുകളിലേക്ക് അളക്കുന്ന ദൂരം പോസിറ്റീവ് ആണ്, താഴത്തേക്ക് അളക്കുന്ന ദൂരം നെഗറ്റീവ് ആണ്. പക്ഷെ ഇവിടെ പ്രതിബിംബം എപ്പോഴും എന്തായിരിക്കും? നിവർന്നതായിരിക്കും. അതുകൊണ്ട് അത് മുകളിലേക്കായിരിക്കും. അപ്പൊ കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസിനകത്ത് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി ഉപയോഗിക്കുന്നത് എങ്ങനെ മനസ്സിലായോ മക്കൾ? ഇതൊരു 2-3 തവണ കാണാൻ, കാരണം നിർബന്ധമാണ്. പരീക്ഷയ്ക്ക് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ യുവും വിയും എഫ് ഒക്കെ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് കണ്ടെത്തുന്നത് ഇത് വെച്ചിട്ടാണ്. അപ്പൊ എന്തായാലും ഓർത്തു വയ്ക്കുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെറ്റ് ആക്കണം.